ഇന്ന് സെപ്റ്റംബർ 18 വരാൻ പോകുന്ന മലയാളം ഡബ്ബഡ് സിനിമകളുടെ OTT അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സിനിമയാണ് ഫാമിലി കേമസ് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ആവറേജ് അഭിപ്രായം നേടിയ ആനന്ദപുരം ഡയറീസ് എന്ന സിനിമ നാളെ രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 20 മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. തെലുങ്ക് മിസ്റ്ററി ക്രൈം ത്രില്ലർ സീരീസാണ് മിസ്റ്ററി ഓഫ് മോക്ഷ ഐലൻഡ്. സീരീസും നാളെ രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 20 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ തെലുങ്ക് ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഫാന്റസി കോമഡി ത്രില്ലർ ഹിന്ദി സീരീസാണ് താസ കബ്ബർ. സീരീസിന്റെ രണ്ടാമത്തെ സീസൺ അടുത്ത ആഴ്ച സെപ്റ്റംബർ 27 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി മൊത്തത്തിൽ 7ഓളം ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മൻവാത്ത് മർഡേഴ്സ് എന്ന ക്രൈം ത്രില്ലർ മറാത്തി സീരീസ് രണ്ടാഴ്ചകൾക്ക് ശേഷം ഒക്ടോബർ 4 സോണി ലിവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. അടുത്ത അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നുമുള്ള സീരീസാണ് ജയ് മഹേന്ദ്രൻ എന്ന സൈജു കുറുപ്പ് നായകനാകുന്ന കോമഡി ഡ്രാമ മലയാളം സീരീസ് ഒക്ടോബർ 11 സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളത്തിന് പുറമെ മറ്റ് പാനിന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ഉണ്ടായേക്കാവുന്നതാണ്. ഹിന്ദിയിൽ നിന്നും പ്രിയങ്ക ചോപ്ര അഭിനയിച്ച മികച്ച അഭിപ്രായം നേടിയ ആമസോൺ പ്രൈമിന്റെ ക്രൈം സ്പൈ ത്രില്ലർ സീരീസാണ് സിറ്റാഡൽ. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഈ ഹോളിവുഡ് സീരീസിന്റെ സ്പിൻ ഓഫ് ആയിട്ട് വരുന്ന സീരീസാണ് സിറ്റാഡൽ ഡയാന. സീരീസ് ഒക്ടോബർ 10 ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്ത് തുടങ്ങുന്നതാണ്. അടുത്തതും സിറ്റാഡൽ എന്ന സീരീസിന്റെ സ്പിൻ ഓഫ് ആയിട്ട് വരുന്ന ഇന്ത്യൻ സീരീസാണ് സിറ്റാഡൽ ഹണി ബണ്ണി. വരുൺ ധവാനും സാമന്തയും കേന്ദ്ര കഥാപാത്രമെത്തുന്ന ഈ സീരീസ് നവംബർ 7 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യും. മലയാളം പോലെ മറ്റ് ഇന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ഉണ്ടായേക്കാവുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പൂർണ്ണമായിട്ടും ഉറപ്പാക്കപ്പെടാത്ത OTT അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് ആണ് വിജയ് നായകനാകുന്ന 350-400 കോടി ബഡ്ജറ്റിൽ തിയേറ്ററിലെത്തി 400 കോടിക്ക് മേലെ കളക്ഷൻ നേടി മിക്സഡ് അഭിപ്രായം നേടിയ സയൻസ് ഫിക്ഷൻ, ആക്ഷൻ, മാസ് മസാല തമിഴ് സിനിമ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് നേരത്തെ നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 3-4 തീയതികളിൽ OTT റിലീസ് ചെയ്യുമെന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ലേറ്റസ്റ്റ് ആയി ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഒക്ടോബർ രണ്ടാമത്തെ ആഴ്ച ഒക്ടോബർ 11 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. സിനിമ മലയാളം ഉൾപ്പെടെയുള്ള പാനിന്ത്യൻ ഭാഷകളിൽ തിയേറ്റർ പതിപ്പിനേക്കാൾ ദൈർഘ്യമുള്ള 3 മണിക്കൂർ 40 മിനിറ്റുള്ള എക്സ്റ്റൻഡഡ് കട്ടായിരിക്കും OTT റിലീസ് ചെയ്യുക. കൂടാതെ സിനിമയുടെ HD പതിപ്പ് ഈ ആഴ്ച ലീക്കാക്കപ്പെടും എന്നും കൂടെ റിപ്പോർട്ടുണ്ട്. നേരത്തെ തമിഴ് ഭാഷയിൽ HD പതിപ്പ് ലീക്കാക്കപ്പെട്ട തങ്കളാൻ എന്ന വിക്രം നായകനാകുന്ന തിയേറ്ററിൽ പരാജയപ്പെട്ട മിക്സഡ് അഭിപ്രായം നേടിയ തമിഴ് പീരിയോഡിക് ആക്ഷൻ സിനിമ സെപ്റ്റംബർ 20 മറ്റന്നാൾ വെള്ളിയാഴ്ച നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് ഭാഷയ്ക്ക് പുറമെ മലയാളം ഉൾപ്പെടെയുള്ള പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. അതുകൊണ്ട് OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്. ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് നാളെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാനി നായകനാകുന്ന അവറേജും മികച്ചതും അഭിപ്രായം നേടിയ തെലുങ്ക് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ശരിപദ ശനിവാരം. സിനിമ സെപ്റ്റംബർ 27 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. ഒഫീഷ്യൽ റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കാം. നല്ല അഭിപ്രായങ്ങൾ നേടിയെങ്കിലും തിയേറ്ററിൽ വിജയിക്കാതെ പോയ ആസിഫ് അലി ചിത്രമാണ് ലെവൽ ക്രോസ്. സൈക്കോളജിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഈ സിനിമ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുള്ളതാണ്. സിനിമയുടെ OTT റിലീസ് ഈ സെപ്റ്റംബർ 20 ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്. സെപ്റ്റംബർ 20 OTT റിലീസ് ചെയ്യുന്ന ആനന്ദപുരം ഡയറീസ് എന്ന മലയാളം സിനിമയ്ക്ക് ശേഷം മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുന്ന അടുത്ത ഫാമിലി കോമഡി സിനിമയായിരിക്കും ഭരതനാട്യം. സിനിമയുടെ OTT റിലീസ് ഒക്ടോബർ ആദ്യ ആഴ്ചയിൽ തന്നെ ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.